ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനു വേണ്ടി മനുഷ്യനായി മണ്ണിൽ പിറന്ന് മരക്കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. സുലൈമാൻ തുർക്കിയെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് സുലൈമാൻ തുർക്കിയുടെ ഫാൻസിന് നന്നായി കുരു പൊട്ടിയിട്ടുണ്ടെന്ന് ആ വീഡിയോയുടെ കമന്റ് ബോക്സ് കാണുന്നവർക്ക് മനസ്സിലാവും. സുലൈമാൻ ഫാൻസിന്റെ ഈ കുരുപൊട്ടൽ ഞാൻ പ്രതീക്ഷിച്ചതാണ്, അതുകൊണ്ട് എനിക്കതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. എന്നാൽ ആ ഫാൻസിനേക്കാൾ അധികം കുരുപൊട്ടിയിരിക്കുന്നത് ജിഹാദികൾക്കാണ്. ജിഹാദികളിൽ പലരും കമന്റ് ബോക്സിൽ വന്ന് മെഴുകിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ വീഡിയോയിൽ മാത്രമല്ല, ഞങ്ങളുടെ പല വീഡിയോകളുടെ കമന്റ് ബോക്സിലും ജിഹാദികളുടെ കൂട്ടനിലവിളി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നൊന്തവനല്ലേ നോവറിയൂ, അടി കിട്ടിയവർക്ക് നിലവിളിക്കാൻ അവകാശമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് കമന്റ് ബോക്സിൽ ജിഹാദികൾ കരഞ്ഞു മെഴുകുന്നത് കാണുമ്പോൾ എനിക്ക് സഹതാപം മാത്രമേ അവരോട് തോന്നാറുള്ളൂ. എന്നാൽ ചിലരുടെ കരച്ചിൽ കാണുമ്പോൾ രണ്ടെണ്ണം കൂടി അവർക്കിട്ട് കൊടുക്കാൻ തോന്നുകയും ചെയ്യാറുണ്ട്. ശാരീരികമായി അടി കൊടുക്കുന്ന കാര്യമല്ല, ആശയപരമായി കൊടുക്കുന്ന അടിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ശാരീരികമാണെന്നുള്ളത്. ഏതായാലും എനിക്ക് യൂട്യൂബ് വഴി ശാരീരികമായിട്ട് ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പൊ എനിക്കിങ്ങനെ തോന്നാനുള്ള കാരണം വേറൊന്നുമല്ല, അവന്മാര് പറയുന്നത് നട്ടാ കുരുക്കാത്ത നുണയാണ്. അതുകൊണ്ടാ ഈ നുണ കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും. കഴിഞ്ഞ 1400 കൊല്ലങ്ങളായി നുണ പറഞ്ഞ് പിടിച്ചു നിന്നതുപോലെ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നുണ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇവന്മാരോട് ആരും പറഞ്ഞു കൊടുക്കാനില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും ഇവന്മാരുടെ കരച്ചിലുണ്ടല്ലോ, അത് കണ്ട പെറ്റ ആള് പോലും സഹിക്കൂല, അമ്മാതിരി കരച്ചിലാണ്. കമന്റ് ബോക്സ് മുഴുവൻ അങ്ങോട്ട് കരഞ്ഞു മെഴുകി വെച്ചിരിക്കുകയാണ്. പിന്നെ കരയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അടി കൊണ്ടതിന് മാത്രം കരഞ്ഞാൽ പോരെ. കൊള്ളാത്ത അടിക്ക് എന്തിനാ ഇവന്മാര് കരയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സുലൈമാൻ തുർക്കിയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടാലും അവിടെ വന്ന് കരഞ്ഞു മെഴുകും ഈ ജിഹാദി കുഞ്ഞുങ്ങൾ. അങ്ങനെ കരഞ്ഞു മെഴുകിയ ഒരു ജിഹാദി കുഞ്ഞിന്റെ കമന്റ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കമന്റ് ഇട്ട ജിഹാദി കുഞ്ഞിന്റെ പേര് സെമിമോൻ TS എന്നാണ്. നമുക്കറിയാം, സെമി എന്ന് പറഞ്ഞാൽ പകുതി അല്ലെങ്കിൽ അർദ്ധം, ഹാഫ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ സെമിമോൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പകുതി മോൻ. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും ബാക്കി പകുതി മോളായിരിക്കും അല്ലെ? ഇവനൊക്കെ പറ്റിയ പേരാണത്. പകുതി മോനും പകുതി മോളുമായ ആളാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ ആ കമന്റ് വായിക്കാം. അയ്യപ്പൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതെല്ലാം 100% തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല. പാൽപ്പൊടിയും ഗോതമ്പും കാശും ഇസ്ലാമിലില്ല. ആരോഗ്യകരമായ മതവിമർശനമാകാം, എന്നാൽ അയ്യപ്പൻ രൂക്ഷവർഗീയമായും ദൈവികമായും വളരെ തരം താഴ്ന്ന നിലയിലുള്ള വിമർശനത്തെ എതിർക്കുന്നു എന്നാണ് സെമിമോൻ പറയുന്നത്. ഈ അവസാനത്തെ വാചകം എന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, ഒരു പിടിയില്ല എന്താണെന്നുള്ളത്. ഈ സെമിമോനെ മദ്രസയിൽ ഇസ്ലാം പഠിപ്പിച്ച ഉസ്താദുമാരുണ്ടല്ലോ, ആ ഉസ്താദുമാരെ പഠിപ്പിച്ച ഉസ്താദുമാരും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരുടെയൊക്കെ മുമ്പാകെ ഞാനൊരു വെല്ലുവിളി വെക്കുകയാണ്. അവരെല്ലാം ഈ സെമിമോനെ പോലെ പാതി മോനും പാതി മോളുമാണെങ്കിൽ ഞാനിപ്പോ നടത്താൻ പോകുന്ന വെല്ലുവിളി ഏറ്റെടുക്കണമെന്നില്ല. പക്ഷെ അവര് ഫുള്ള് ആണാണെങ്കിൽ, അവരുടെ ശിഷ്യനായ ഈ സെമിമോനെ പോലെ പകുതി ആണും പകുതി പെണ്ണുമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുമ്പാകെ വെക്കുന്ന വെല്ലുവിളി അവർ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ വെല്ലുവിളി ഇതാണ്. ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് 100% തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് നിങ്ങളുടെ ശിഷ്യൻ സെമിമോൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ 100% വേണ്ട, 50% വേണ്ട, 25% അതും വേണ്ട, അതും പോട്ടെ, 10% തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിലോ ഇസ്ലാമിക ചരിത്രത്തിലോ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ 1,00,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന ചാനൽ ഞാൻ അടച്ചുപൂട്ടാം. ഇത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കാര്യം പറയണം, ഞങ്ങൾക്ക് അത് തെളിയിക്കാൻ സാധിക്കില്ല എന്ന് പറയണം. അത് പറയാതെ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, മൗനം പാലിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ശിഷ്യനായ സെമിമോനെ പോലെ നിങ്ങളും പകുതി മോനും പകുതി മോളും ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഇതാണ് എൻ്റെ വെല്ലുവിളി. ഇവരത് തെളിയിക്കണം. ഈ സെമിമോനെ പോലെയുള്ള മദ്രസ പൊട്ടന്മാർ ജീവിക്കുന്നത് 1980കളിലും 90കളിലും ഒക്കെയാണ്.
ലോകത്ത് ഇന്റർനെറ്റ് വന്നതൊന്നും ഇവന്മാർ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം നുണ പറഞ്ഞാൽ അടുത്ത നിമിഷം അത് പിടിക്കപ്പെടും എന്നിവർക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന പച്ചക്കള്ളം യാതൊരു ഉളുപ്പുമില്ലാതെ പറയാൻ അവന് സാധിക്കുന്നത്. ലോകത്തുള്ള സകല അമുസ്ലിങ്ങളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നത് ഇസ്ലാമിന്റെ ആരംഭം മുതലേയുള്ള കാര്യമാണ്. ഇസ്ലാമിലേക്ക് അമുസ്ലിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ക്ഷണിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധിത ബാധ്യതയാണ്. അത് ഈ സെമിമോൻ അറിയാത്തതൊന്നുമല്ല. തക്കിയ ഇറക്കി അവൻ ആളുകളെ വഞ്ചിക്കുകയാണ്. ഇസ്ലാം മത പ്രചാരകരെ പൊതുവെ വിളിക്കുന്ന പേരാണല്ലോ ദാവാക്കാർ എന്നുള്ളത്. ദാവാക്കാർ. എന്താണ് ദാവ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? ദാവ എന്ന അറബി പദത്തിന്റെ അർത്ഥം ക്ഷണിക്കുക, അല്ലെങ്കിൽ ഒരു സമൻസ് പുറപ്പെടുവിക്കുക. ഇങ്ങോട്ട് ഹാജരാകൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു സമൻസ് പുറപ്പെടുവിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കുക, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുക. ഇതൊക്കെയാണ് ഈ ദാവ എന്ന അറബി വാക്കിന്റെ അർത്ഥം. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ദാവ എന്ന വാക്കിന്റെ അർത്ഥം ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഇസ്ലാം മതം സ്വീകരിക്കാനും അള്ളാഹുവിനെ ആരാധിക്കാനും വേണ്ടി അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. സംഭാഷണത്തിലൂടെയും മറ്റ് ടെക്നിക്കുകളിലൂടെയും ആളുകളെ ഇവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാറുണ്ട്. ഈ മറ്റ് ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പുറകെ പറയാം. ഹദീസുകളിൽ നിന്നുള്ള തെളിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നുള്ളത് സെമിമോൻ എന്ന ജിഹാദി കുഞ്ഞിന്റെ തക്കിയ മാത്രമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതിനെ കുറിച്ച് ഇവരുടെ കിതാബ് ഖുറാനിലുള്ളത് ഞാൻ കാണിച്ചു തരാം. സൂറ 28:87. അള്ളാഹുവിന്റെ വചനങ്ങൾ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അവർ നിന്നെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ ക്ഷണിക്കുക. നീ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിലായി പോകരുത്. സൂറ 28:87. നിന്റെ രക്ഷിതാവിങ്കിലേക്ക് നീ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടിയുള്ള ക്ഷണമാണ്. അതായത് മുസ്ലിം ആകാൻ വേണ്ടിയുള്ള ക്ഷണം. ഇതേ കാര്യം സൂറ 41:33 പറയുന്നുണ്ട്. അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്. സൂറ 41:33. അപ്പൊ ഇസ്ലാം ആകാൻ വേണ്ടി ഒരുത്തനെ ക്ഷണിക്കുന്നത്, അമുസ്ലിമായ ഒരുത്തനെ ക്ഷണിക്കുന്നത് ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നാണെന്നാണ് ഖുറാൻ പറയുന്നത്. ഖുറാനിൽ ഇങ്ങനെ പച്ചയ്ക്ക് എഴുതി വച്ചിരിക്കുമ്പോഴാണ് ഈ സെമിമോൻ പറയുന്നത് ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന്. മനുഷ്യനായാൽ അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഇത്തിരിയെങ്കിലും നാണവും മാനവും വേണ്ടേ? അതൊക്കെ വേണ്ടേ? അതൊന്നുമില്ലെങ്കിൽ ഈ സെമിമോനെ പോലെ ആകും അങ്ങനെയുള്ള ആൾക്കാർ. ഇസ്ലാം ക്വിസ് എന്ന വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അതിലൊരു ചോദ്യമുണ്ട്. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തിരുനബി എത്ര ഭരണാധികാരികൾക്ക് കത്തയച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം. 10-ലധികം എന്ന ഉത്തരവും അവിടെ കൊടുത്തിട്ടുണ്ട്. 10-ലധികം രാജാക്കന്മാരെയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുഹമ്മദ് കത്തയച്ചിട്ടുള്ളത്. മനസ്സിലായോ? തൃശൂർ ആമിന ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച താരിഖുൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ 535-ാമത്തെ പേജ് മുതൽ 542-ാമത്തെ പേജ് വരെ ഈ കത്തുകളിൽ ചിലത് കൊടുത്തിട്ടുണ്ട്. ആ കത്തുകളിൽ വളരെ വ്യക്തമായി തന്നെ മുഹമ്മദ് ഈ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ വായിക്കാം. റോമ ചക്രവർത്തിക്ക് അയച്ച കത്ത്. ഹിർക്കൽ എന്ന ചക്രവർത്തിയാണ് അന്ന് റോമ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. ഹിർക്കലിനെ പ്രസവിക്കുന്നതിന് മുമ്പ് പ്രസവവേദനയാൽ അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചു. തന്നിമിത്തം മാതാവിന്റെ വയറു കീറി കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുത്തു. വയറു കീറിയെടുത്തവൻ എന്നർത്ഥമുള്ള ഖൈസർ എന്ന പേരിൽ ആ കുട്ടി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തെ തുടർന്ന് ആ വംശത്തിലുണ്ടായ രാജാക്കന്മാരെല്ലാം ഖൈസർ എന്ന അപരനാമത്താൽ അറിയപ്പെടുകയുണ്ടായി. ഞാൻ മറ്റുള്ളവരെ പോലെ പ്രസവിക്കപ്പെട്ടവനല്ല, ഖൈസറാണ് എന്ന് സ്വയം അഭിമാനിച്ച ആളായിരുന്നു ഹിർക്കൽ. ഈ എഴുതി വച്ചിരിക്കുന്നത് മഹാവിവരക്കേടാണ്. ഖൈസർ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സീസർ എന്ന വാക്ക് മുഹമ്മദിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള വാക്കാണ്. AD 1-ാം നൂറ്റാണ്ടിൽ, അതായത് AD 14 മരണമടഞ്ഞ റോമൻ ചക്രവർത്തി ജൂലിയസ് സീസറിന്റെ പൂർവ്വ പിതാമഹന്മാരിൽ ഒരാളെ വയറ് കീറിയാണ് പുറത്തെടുത്തത്. അതിനുശേഷം ആ കുടുംബത്തിലുള്ളവരെ കൈസർ എന്ന് വിളിക്കാൻ തുടങ്ങിയെന്നാണ് പ്ലിനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൈസർ എന്ന ലാറ്റിൻ പദത്തിന്റെ ഇംഗ്ലീഷ് രൂപമാണ് സീസർ എന്നത്. ഈ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിനെ സീസേറിയൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണവും സീസറുമായി അത് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. BC 1-ാം നൂറ്റാണ്ടിലും AD 1-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ചിരുന്ന ആളാണ് ജൂലിയസ് സീസർ.
സീസർ കുടുംബം അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അന്നേരമാണ് ഇവന്മാര് പറയുന്നത് മുഹമ്മദിന്റെ കാലത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ഹിർഖലാണ് ആദ്യത്തെ കൈസർ എന്ന്. അറിവില്ലായ്മ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഏതായാലും അതല്ല നമ്മുടെ വിഷയം വേറെയാണല്ലോ. ബാക്കി ഞാൻ വായിക്കാം. ഹിജ്റാബ്ദം 6-ാം കൊല്ലത്തിൽ ഹുദൈബിയയിൽ നിന്ന് മദീനയിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഹിർക്കൽ രാജാവിന് തിരുമേനി കത്തയച്ചത്. അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് റോമിലെ ഹിർക്കലിനെ അയച്ചത്. സന്മാർഗത്തെ തുടർന്നവർക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ഞാൻ താങ്കളെ ഇസ്ലാമിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. താങ്കൾ മുസ്ലിം ആവുക, എങ്കിൽ താങ്കൾ രക്ഷപ്പെട്ടു. താങ്കൾ ഇസ്ലാം മതം സ്വീകരിക്കുന്ന പക്ഷം 2 പുണ്യം, ഈസാ നബിയാൽ വിശ്വസിച്ച പുണ്യവും എന്നിൽ വിശ്വസിച്ച പുണ്യവും താങ്കൾക്ക് ലഭിക്കും. ഈ ആഹ്വാനത്തെ താങ്കൾ തിരസ്കരിക്കുകയാണെങ്കിൽ 2 കുറ്റഭാരം, താങ്കൾ തിരസ്കരിച്ചു എന്ന കുറ്റഭാരവും താങ്കളുടെ ആളുകൾ ഈ ആഹ്വാനത്തെ തിരസ്കരിച്ചു എന്ന കുറ്റഭാരവും താങ്കൾ ചുമക്കേണ്ടി വരും. ഇനിയും കുറെ ഉണ്ട് കത്ത്, പക്ഷെ നമുക്കത് ആവശ്യമില്ല. ഇവിടെ വ്യക്തമായിട്ട് മുഹമ്മദ് ക്ഷണിക്കുകയാണ്. ഈ റോമ ചക്രവർത്തിയെ മുഹമ്മദ് ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുന്ന ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഭീഷണിപ്പെടുത്തിയിട്ടാണ് മുഹമ്മദ് റോമൻ ചക്രവർത്തിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. എന്റെ ആഹ്വാനത്തെ തിരസ്കരിച്ചാൽ 2 കുറ്റഭാരമാണ് താങ്കൾ ചുമക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തല്. ഇത് പണ്ടുകാലത്ത് കുറെ നോട്ടീസൊക്കെ ഇറങ്ങുമായിരുന്നു. ഇന്നടത്ത് ഇന്ന അത്ഭുതം നടന്നു, ആ അത്ഭുതം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാളെ 100 നോട്ടീസ് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു, അയാൾക്ക് ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ അയാളുടെ കടബാധ്യത മാറി, അല്ലെങ്കിൽ അയാളുടെ അസുഖം മാറി. ഇനി ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ നോട്ടീസ് അവഗണിച്ച് വിട്ടവനെ പാമ്പ് കടിച്ചു, അവന് നടന്നു പോകുന്ന സമയത്ത് ഇടിവെറ്ററ്റ് മരിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഭീഷണി കത്ത് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. എനിക്ക് അതാണ് ഇത് വായിച്ചപ്പോൾ, ഈ കത്ത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. ഏതായാലും റോമൻ ചക്രവർത്തി ഈ ഭീഷണിക്കൊന്നും യാതൊരു വിലയും കൊടുത്തില്ല, അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പൊ സെമിമോനെ, നീ കണ്ടില്ലേ റോമൻ ചക്രവർത്തിയെ മുഹമ്മദ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്റെ തെളിവ്? ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് നീ കള്ളം പറഞ്ഞത് കൊണ്ട് വല്ല കാര്യവും ഉണ്ടോ സെമിമോനെ? പ്രമാണം നിനക്കെതിരല്ലേ? ഞാൻ പറഞ്ഞതല്ലേ സത്യം അല്ലേ? നീയല്ലേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച്? അതായത് നമുക്ക് അടുത്ത കത്ത് നോക്കാം. പേർഷ്യയിലെ കിസ്ര രാജാവിന് അയച്ച കത്ത്. ബർവീസ് എന്ന ആളാണ് അന്ന് പേർഷ്യ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് തിരുമേനി ഒരു കത്തയക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് പേർഷ്യയിലെ കിസ്രയ്ക്ക് അയച്ചത് നേർമാർഗത്തെ പിന്തുടരുകയും അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും അള്ളാഹു ഒഴികെ ഇലാഹില്ലെന്നും അവൻ ഏകനും അനുപമനുമാണെന്നും മുഹമ്മദ് അവന്റെ അടിമയും റസൂലുമാണെന്നും ദൃഢമായി ഹൃദയത്തിൽ ഉറപ്പിച്ചു മൊഴിയുകയും ചെയ്തവരിൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. താങ്കളെ ഞാൻ അള്ളാഹുവിലേക്കും ഇസ്ലാമിലേക്കും ക്ഷണിക്കുന്നു. വ്യക്തമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്ന കത്തിനകത്ത് താങ്കളെ ഞാൻ അള്ളാഹുവിലേക്കും ഇസ്ലാമിലേക്കും ക്ഷണിക്കുന്നു. സർവ്വജനങ്ങൾക്കുമായി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള റസൂലാണ് ഞാൻ. താങ്കൾ ഇസ്ലാം മതം വിശ്വസിച്ചു കൊള്ളുക. എന്നാൽ താങ്കൾ വിജയിച്ചു. താങ്കൾ ഈ ക്ഷണം തിരസ്കരിക്കുകയാണെങ്കിൽ അജ്ഞാരാധകരായ താങ്കളുടെ ജനങ്ങളുടെ മുഴുവൻ കുറ്റഭാരവും താങ്കൾ ചുമക്കേണ്ടി വരും. ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം. അപ്പൊ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുകയാണ്, മുഹമ്മദ് പേർഷ്യൻ ചക്രവർത്തിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? ഈ റോമൻ ചക്രവർത്തിയെ ഭീഷണിപ്പെടുത്തിയതുപോലെ തന്നെയാണ് പേർഷ്യൻ രാജാവായ കിസ്രയെയും മുഹമ്മദ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. ഈ ക്ഷണം താങ്കൾ തിരസ്കരിക്കുകയാണെങ്കിൽ താങ്കളുടെ ജനങ്ങളുടെ മുഴുവൻ കുറ്റഭാരവും താങ്കൾ ചുമക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചിട്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് ക്ഷണിക്കുന്നത്. അപ്പൊ ഏതായാലും ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് സെമിമോൻ പറഞ്ഞത് എത്ര വലിയ നുണയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത കത്ത് നോക്കാം. മുൻദിർ രാജാവിന് അയച്ച കത്ത്. അക്കാലത്ത് ബഹ്റൈൻ എന്ന രാജ്യം ഭരിച്ചിരുന്ന ആളാണ് മുൻദിർ ഇബ്നു സാവി. അലാ ഇബ്നു ഖൽറമി എന്ന സഹാബി തിരുമേനിയുടെ ഒരു എഴുത്തുമായി മുൻദിർ രാജാവിനെ സമീപിച്ചു. ആ കത്തിലെ ഉള്ളടക്കം അറിയാവുന്ന ഒരാളെയും ഞങ്ങൾ കണ്ടെത്തിയില്ല എന്നാണ് മവാഹിബ് എന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചു കാണുന്നത്. മുൻദിർ രാജാവ് ആ കത്ത് സാദരം സ്വീകരിക്കുകയും കത്തിലെ താല്പര്യമനുസരിച്ച് ഇസ്ലാം മതം വിശ്വസിക്കുകയും ചെയ്തു. പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കിവിടെ ആവശ്യമില്ല. മുഹമ്മദിന്റെ കാലത്ത് ഇന്നത്തെ ബഹ്റൈൻ എന്ന രാജ്യമുണ്ടല്ലോ, അത് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളായിരുന്നു അന്നത്തെ കാലത്ത്. അവിടുത്തെ രാജാവിനെ മുഹമ്മദ് ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിച്ചു. അയാൾ ആ ക്ഷണം സ്വീകരിച്ച് മുസ്ലിമായി. മുഹമ്മദിന്റെ ഭീഷണിക്ക് മുമ്പിൽ അയാൾ ഭയന്നു പോയി കാണണം, അതുകൊണ്ടായിരിക്കണം ഇസ്ലാം സ്വീകരിച്ചത്. ഏതായാലും അയാൾ മുസ്ലിം ആയതിനു ശേഷം ബഹ്റൈനിലുള്ള ക്രിസ്ത്യാനികളെല്ലാം നാമാവശേഷമായി തീർന്നു. ഈ മുഹമ്മദിന്റെ ഭീഷണി എന്ന് പറയുമ്പോൾ
ഈ റോമൻ ചക്രവർത്തിയെയും അതുപോലെ പേർഷ്യൻ ചക്രവർത്തിയെയും ഭീഷണിപ്പെടുത്തിയതുപോലെയുള്ള ഭീഷണിയല്ല. അതായത് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റഭാരം ചുമക്കേണ്ടി വരും എന്ന രീതിയിലുള്ള ഭീഷണിയൊന്നുമല്ല. അതൊക്കെ വലിയ വലിയ പുള്ളികൾക്കെതിരെയാണ്. തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാവുന്ന വലിയ സൈന്യമുള്ള ടീമുകളുടെ അടുത്താണ് അങ്ങനെയുള്ള ഭീഷണി. മരിച്ച് അവിടെ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഭീഷണി റോമൻ സാമ്രാജ്യത്തിന്റെയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെയും ഒക്കെ ഭരണാധികാരികളുടെ നേരെയാണ് അങ്ങനെയുള്ള ഭീഷണി മുഹമ്മദ് എടുത്തിരുന്നത്. എന്നാൽ ചെറിയ ചെറിയ രാജാക്കന്മാർക്കെതിരെ മുഹമ്മദ് പുറത്തെടുത്ത ഭീഷണി ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതറിയാൻ നമുക്ക് അടുത്ത കത്ത് വായിക്കാം. ഉമ്മാനിലെ രാജാക്കന്മാർക്ക് അയച്ച കത്ത്. യമനിലെ ഉമ്മാൻ എന്ന സ്ഥലത്തെ രാജാക്കന്മാരായിരുന്ന ജൈഫർ ഇബ്നു ജലന്ത, അബ്ദുബ്നു ജലന്ത എന്നിവർക്ക് തിരുമേനിയുടെ ഒരു കത്ത് അമ്രുബ്നുൽ ആസി എത്തിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് ജലന്തായുടെ പുത്രന്മാരായ ജൈഫർ, അബ്ദു എന്നിവർക്ക് അയച്ച കത്ത്. നേർമാർഗത്തെ തുടർന്നവർക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളെ ഇസ്ലാം ദീനിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനം സ്വീകരിച്ചാൽ നിങ്ങൾ ജയിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്വം അവസാനിക്കും. ഭീഷണി തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്വം അവസാനിക്കും. എന്റെ കുതിര നിങ്ങളുടെ ഉമ്മറത്തിറങ്ങും. എന്റെ നബിത്വം നിങ്ങളുടെ സിംഹാസനത്തിൽ പ്രത്യക്ഷപ്പെടും. ഇതായിരുന്നു കത്തിലെ സാരാംശം. ആ രാജാക്കന്മാർ തിരുമേനിയുടെ കത്ത് സ്വീകരിക്കുകയും ഇസ്ലാം മതം വിശ്വസിക്കുകയും ചെയ്തു. മാത്രമല്ല, ആ നാട്ടിലെ ഭൂരിപക്ഷം ആ രാജാക്കന്മാരെ പിന്തുടർന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. ആ നാട്ടിലെ ഇസ്ലാം മത വിശ്വാസികളല്ലാത്തവരുടെ മേൽ ജിസിയ ചുമത്തപ്പെട്ടു. കണ്ടില്ലേ മുഹമ്മദിന്റെ ഭീഷണി എങ്ങനെയുള്ളതാണെന്ന്. ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിയുള്ള മുഹമ്മദിന്റെ ക്ഷണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇസ്ലാം സ്വീകരിക്കാനുള്ള എന്റെ ക്ഷണം സ്വീകരിച്ചാൽ നിങ്ങൾ ജയിച്ചു. അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള എന്റെ ക്ഷണം സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും. എന്റെ കുതിര നിങ്ങളുടെ ഉമ്മറത്തിറങ്ങുമെന്നാണ് മുഹമ്മദ് ഭീഷണിപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ എന്റെ സൈന്യം നിന്റെ നാട്ടിലേക്ക് വരും. അതാണ് മുഹമ്മദ് പറഞ്ഞതിന്റെ പൊരുള്. എന്റെ കുതിര നിങ്ങളുടെ ഉമ്മറത്തിറങ്ങും എന്ന് പറഞ്ഞതിന്റെ പൊരുൾ അതാണ്. ഒരു മതത്തിൽ ചേരാൻ വേണ്ടിയുള്ള ക്ഷണമാണ് ഇതെന്ന് ഓർക്കണം. ബഹ്റൈനിലെ രാജാവും ഉമ്മാനിലെ രാജാക്കന്മാരും ഈ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കി ഇസ്ലാം സ്വീകരിച്ചു. മുഹമ്മദിന്റെ മതപ്രചാരണം ഇങ്ങനെയായിരുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കണം, അറിയണം. വാളിന്റെ വായ്ത്തലയുടെ ബലത്തിൽ മതം പ്രചരിപ്പിച്ചവനായിരുന്നു മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇന്നത്തെ മുസ്ലിങ്ങളൊക്കെ പറയുന്നത് പോലെയുള്ള വലിയ പുള്ളിയൊന്നും ആയിരുന്നില്ല. വെറും ഒരു കൊള്ളത്തലവൻ. അതിന്റെ അപ്പുറത്ത് മുഹമ്മദ് ഒന്നുമല്ല. ഏതായാലും നമുക്ക് അടുത്ത കത്ത് നോക്കാം. ഹാരിസിന് അയച്ച കത്ത്. കൈസർ രാജാവിന്റെ കീഴിൽ ദിംഷിക്കിൽ അന്നത്തെ അമീർ ആയിരുന്ന ഹാരിസ് ഇബ്നു അബി ഷിമ്രിൽ ഗസാനി എന്ന ആളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് തിരുമേനി ഷുജാ ഇബ്നു വഹബ് എന്ന സഹാബിയുടെ പക്കൽ ഏൽപ്പിച്ചു. ഷുജാ ആ കത്ത് ഹാരിസിന്റെ കയ്യിൽ എത്തിച്ചു. ഹാരിസ് ആ കത്ത് സ്വീകരിച്ചെങ്കിലും ഇസ്ലാം മതം വിശ്വസിച്ചില്ല. അപ്പൊ ഇവിടെയും മുഹമ്മദ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതാണ് നാം കാണുന്നത്. എന്നാൽ അദ്ദേഹം സീസറിന്റെ ഗവർണർ ആയിരുന്നത് കൊണ്ട് മുഹമ്മദിന്റെ ക്ഷണത്തിന് പുല്ലുവില പോലും കൽപ്പിച്ചില്ല. അത് വേറെ കാര്യം, അവഗണിച്ചു വിടുകയാണ് ചെയ്തത്. കാരണം സീസറിന്റെ ഗവർണറാണ്, പോയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നല്ല സൈനിക പിന്തുണ അയാൾക്ക് ഉണ്ടാവും. അവിടെ ഒരു യുദ്ധം മറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സീസറിന്റെ സൈന്യം വരും. അപ്പൊ അതറിയാവുന്നതുകൊണ്ട് തന്നെ പുല്ലെന്നും പറഞ്ഞ് മുഹമ്മദിന്റെ കത്തിനെ അയാൾ അവഗണിക്കുകയാണ് ചെയ്തത്. എന്നാൽ അങ്ങനെയൊന്നും അല്ലാത്ത ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലെ പഴയ നാട്ടുരാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ പ്രദേശം മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇത്തരം ഭീഷണി കത്തുകളൊക്കെ അയച്ചപ്പോൾ അവർ വേഗം ഭയന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഈ നാണം കെട്ട മദ്രസ പൊട്ടൻ സെമി മോൻ എന്താണ് പറയുന്നത്? ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന്. നുണ പറഞ്ഞ് മാത്രം മതം വളർത്തേണ്ട ഗതികെട്ട മതത്തിൽ ജനിച്ചു വീണതിന്റെ മനപ്രയാസമാണ് ഈ സെമിമോനുള്ളത്. എന്നിട്ട് അവൻ പറയുന്നത് എന്താണ്? ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് 100% തെറ്റിദ്ധരിപ്പിക്കലാണെന്ന്. ഇസ്ലാമിനെ കുറിച്ച് 100% നുണ പറയുന്നത് ഈ സെമിമോനെ പോലെയുള്ള ദാവക്കാരാണ്. ഇസ്ലാമിനെ കുറിച്ച് അവർ പറയുന്ന ഏതെങ്കിലും കാര്യത്തിന് അവർ എന്തെങ്കിലും റെഫറൻസ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു റെഫറൻസ് ഒരിക്കലുമില്ല. വായെ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ ഇസ്ലാമിനെ കുറിച്ച് അവന്മാര് നുണകൾ അടിച്ചു വിടുകയാണ്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, അള്ളാഹു കാരുണ്യവാനാണ്, മുഹമ്മദ് മാനവരിൽ മഹോന്നവനാണ് എന്നൊക്കെയുള്ള ഇവന്മാരുടെ ഈ നുണകള് ഒരു കാലത്ത് ഞാനും വിശ്വസിച്ചിരുന്നതാണ്. അങ്ങനെ തന്നെയാണെന്നൊക്കെ ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷെ പിന്നീടല്ലേ ക്രിസ്ത്യാനിയായി തീർന്നതിന് ശേഷമാണ് ഞാൻ ഇവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങുന്നത്. പ്രമാണം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത്. നുണ പറഞ്ഞ ആളുകളെ വഞ്ചിക്കുകയാണ്. അമുസ്ലിം ഭരണാധികാരികളെ മാത്രമല്ല, സാധാരണക്കാരായ അമുസ്ലിങ്ങളെയും മുഹമ്മദ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരുന്നു എന്ന് ഹദീസുകൾ വായിച്ചാൽ കാണാവുന്നതാണ്.
എന്ന് നമ്മൾ കാണുന്നത് പോലെ സ്റ്റേജുകളൊക്കെ കെട്ടി ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാത്ത മഹത്വം പറഞ്ഞ് ഈ ജോക്കർ നായിക്കും എം അക്ബറും മറ്റും ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് പോലെയുള്ള ക്ഷണിക്കലായിരുന്നില്ല മുഹമ്മദ് നടത്തിയിരുന്നത്. മുഹമ്മദിന്റെ ഇസ്ലാമിലേക്കുള്ള ക്ഷണം ഹദീസുകളിൽ കാണുന്നത് ഞാൻ വായിക്കാം. സഹീഹ് അൽ ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 192. അതല്ലെങ്കിൽ നിങ്ങൾ sunna.com ചെന്ന് സഹീഹ് അൽ ബുഖാരി എടുത്ത് 2942 ഹദീസ് നോക്കുക, 2942. അപ്പൊ ആ ഹദീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ വായിക്കുന്ന ഹദീസ് നിങ്ങൾക്ക് കിട്ടും. സഹൽ ബിൻ സഅദ് നിവേദനം. ഖൈബർ യുദ്ധ ദിവസം നബി പറയുന്നത് അദ്ദേഹം കേട്ടു, അള്ളാഹു വിജയം നൽകുന്ന ഒരാൾക്ക് ഞാൻ പതാക നൽകും. അതിനാൽ പതാക ആർക്ക് നൽകുമെന്ന് കാണാനുള്ള ആകാംക്ഷയോടെ നബിയുടെ അനുചരന്മാർ എഴുന്നേറ്റു. എല്ലാവരും പതാക കിട്ടണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ പ്രവാചകൻ അലി എവിടെ എന്ന് ചോദിച്ചു. അയാൾക്ക് കണ്ണിന് തകരാറുണ്ടെന്ന് ആരോ അറിയിച്ചു. അതിനാൽ അലിയെ തന്റെ മുന്നിൽ കൊണ്ടുവരാൻ അദ്ദേഹം അവരോട് ആജ്ഞാപിച്ചു. അപ്പോൾ നബി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തുപ്പുകയും കണ്ണിനൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ലാത്തതുപോലെ അവന്റെ കണ്ണുകൾ പെട്ടെന്ന് സുഖപ്പെടുകയും ചെയ്തു. അലി പറഞ്ഞു, അവർ ഞങ്ങളെപ്പോലെ ആകുന്നതുവരെ, അതായത് അവർ മുസ്ലിങ്ങളാകുന്നതുവരെ, ഇതാ മുസ്ലിങ്ങളുമായിട്ടുള്ള യുദ്ധം, അപ്പൊ അവരെല്ലാം മുസ്ലിങ്ങളാകുന്നതുവരെ ഞങ്ങൾ അവരുമായിട്ട്, അതായത് അവിശ്വാസികളുമായിട്ട് യുദ്ധം ചെയ്യും. നബി പറഞ്ഞു, നീ അവരെ അഭിമുഖീകരിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്യുന്നതുവരെ ക്ഷമയോടെ ഇരിക്കുക. അള്ളാഹുവാണ് ഒരൊറ്റ വ്യക്തി നിങ്ങളുടെ കൈകൊണ്ട് അഥവാ നിങ്ങളിലൂടെ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അത് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് നല്ലതാണ്. സഹീഹ് അൽ ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 192. അതല്ലെങ്കിൽ sunna.com ചെന്ന് സഹീഹ് ബുഖാരി 2942 2942 ഹദീസ് നോക്കുക. കണ്ടല്ലോ മുഹമ്മദ് എങ്ങനെയായിരുന്നു അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരുന്നതെന്ന്. മുഹമ്മദിന്റെ ഈ മരുഭൂമി കൊള്ള സംഘം യുദ്ധസന്നദ്ധരായി ചെന്ന് അമുസ്ലിങ്ങളുടെ വാസസ്ഥലങ്ങൾ വളയുകയാണ്. എന്നിട്ട് അവരെ എല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. ക്ഷണം സ്വീകരിച്ച് ആരെങ്കിലും ഇസ്ലാമായാൽ അവന്റെ ജീവനും സ്വത്തും രക്ഷപ്പെടും. ഇസ്ലാമിലേക്കുള്ള ക്ഷണം അവരാരും സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ യുദ്ധമാണ്. അവരുടെ യോദ്ധാക്കളായ പുരുഷന്മാരെ കൊല്ലും, സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിക്കും. മറ്റ് സമ്പത്തുകളെല്ലാം മുഹമ്മദിന്റെ മുസ്ലിം കൊള്ള സംഘം പിടിച്ചെടുക്കും. ഇങ്ങനെയുള്ള ക്ഷണമാണ് മുഹമ്മദ് ആദ്യകാലത്ത് നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഇതിന് മുഹമ്മദ് മാറ്റം വരുത്തി. അതും നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഹദീസ് വായിക്കാം. ഇബ്നു ഔൻ നിവേദനം. യുദ്ധത്തിന് മുമ്പ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ച് നാഫിനോട് ചോദിച്ചുകൊണ്ട് ഞാൻ കത്തെഴുതി. അപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി എഴുതി, അങ്ങനെ ചെയ്തിരുന്നത് ഇസ്ലാമിന്റെ ആരംഭത്തിലായിരുന്നു. ബനു മുസ്തലഖ് ഗോത്രത്തെ അവർ അശ്രദ്ധയിലായിരിക്കെ നബി ആക്രമിക്കുകയുണ്ടായി. അവരുടെ കാലികൾ ജലാശയത്തിനരികെ കുടിപ്പിക്കപ്പെടുകയായിരുന്നു. എന്നിട്ട് അവരിലെ യോദ്ധാക്കളെ വധിക്കുകയും തടവുകാരെ പിടികൂടുകയും ചെയ്തു. അന്ന് ഹാരിത്തിന്റെ പുത്രി ജുവൈരിയയെ ലഭിക്കുകയും ചെയ്തു. അന്ന് സൈന്യത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ എന്നോട് ഈ ഹദീസ് പറയുകയുണ്ടായിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 1. sunna.com 1730 ഹദീസ്. ഇസ്ലാമിന്റെ ആരംഭത്തിൽ മുഹമ്മദ് എന്താണ് ചെയ്തിരുന്നത്? അമുസ്ലിങ്ങളുടെ സ്ഥലങ്ങൾ വളയുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവായിരുന്നു. ഒരു യുദ്ധമെങ്ങാനും നടന്നാൽ മുസ്ലിങ്ങളും കൊല്ലപ്പെടും. എതിരാളികൾ മാത്രമല്ലല്ലോ, കുറച്ച് മുസ്ലിങ്ങളെങ്കിലും ഇപ്പുറത്തും കൊല്ലപ്പെടും. നമുക്കറിയാം, ഏതൊരു കൊള്ളത്തലവനും തന്റെ കൊള്ളസംഘത്തിൽ ആളുകൾ കുറവുള്ള സമയത്ത് പരമാവധി ഒത്തുതീർപ്പിന്റെ ഭാഷയായിരിക്കും സംസാരിക്കുക. അത് തന്നെയാണ് മരുഭൂമി കൊള്ളസംഘത്തലവനായ മുഹമ്മദും ചെയ്തത്. മുസ്ലിങ്ങളുടെ ഗ്രാമങ്ങളെയും മറ്റും ഉപരോധിച്ച് അവിടെയുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. ഇത് 3 ദിവസം തുടരുമെന്ന് വേറൊരു ഹദീസിലുണ്ട്. 3 ദിവസം ഇങ്ങനെ തുടർമാനമായിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ 3 ദിവസത്തിനുള്ളിൽ ആ ഗ്രാമത്തിലുള്ളവർ മുഹമ്മദിന്റെ ക്ഷണം സ്വീകരിച്ച് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ യുദ്ധമുണ്ടാകുകയോ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആ ഗ്രാമത്തിലുള്ളവരിൽ നിന്ന് യോദ്ധാക്കളായിരിക്കുന്നവരെയൊക്കെ തന്റെ കൊള്ളസംഘത്തിൽ ചേർത്ത് കൊള്ളസംഘത്തെ വിപുലീകരിച്ചെടുക്കാനും സാധിക്കും. മനസ്സിലായ? അതുകൂടാതെ അവരിൽ നിന്ന് സക്കാത്ത് എന്നും പറഞ്ഞ് കുറെ കിട്ടുകയും ചെയ്യും. കുറെ ഒന്നുമില്ല, കൊള്ളയടിക്കുന്നതുമായി തട്ടിച്ചു നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ. എന്നാലും ശരി, അവരുടെ ആ യുദ്ധച്ചെലവിനൊക്കെ പറ്റുന്ന സംഗതി ഈ സക്കാത്ത് എന്നും പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ അവരുടെ ആൾക്കാരെ കൊള്ളസംഘത്തിൽ ചേർത്ത് കൊള്ളസംഘത്തെ ശക്തമാക്കുകയും ചെയ്യാം. അപ്പൊ ഇതുകൊണ്ടാണ് മുഹമ്മദ് ഇങ്ങനെ ചെയ്തിരുന്നത്. അതായത് ഒരു സ്ഥലം ആക്രമിക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ ആക്രമിക്കുകയല്ല, അവർ ഇസ്ലാമിലേക്ക് തുടർമാനമായി 3 ദിവസം ക്ഷണിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് മുഹമ്മദിന്റെ കീഴിലെ കൊള്ള സംഘം വലുതായി തീർന്നു. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് കൊള്ള സംഘം വലുതായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നമാണ്. കാരണം എന്താണ്? കൊള്ള സംഘം വലുതായി കഴിയുമ്പോൾ വീതം വെക്കുന്ന സമയത്ത് ആൾക്കാരെ ഇത് കുറഞ്ഞു പോവുകയാണ്. മനസ്സിലായ? കൊള്ളയടിച്ച് കിട്ടുന്ന മുതൽ വീതം വെക്കുമല്ലോ. വീതം വെക്കുന്ന സമയത്ത് ആൾക്കാർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓഹരി കുറയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് എന്ത് ചെയ്യുന്നറിയോ? ആക്രമണത്തിന് മുമ്പ് അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു, അത് നിർത്തിവെച്ചു. കാരണം മുഹമ്മദിന്റെ ക്ഷണം സ്വീകരിച്ച് ആ ഗ്രാമവാസികളെല്ലാം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായാൽ പിന്നെ അവരെ കൊള്ളയടിക്കാൻ പറ്റില്ല. അവരിൽ നിന്ന് മുഹമ്മദിന് പിന്നെ വാങ്ങാൻ കഴിയുന്നത് നക്കാപ്പിച്ച സക്കാത്ത് മാത്രമാണ്. അതുമല്ല, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത് ലൈംഗിക അടിമകളാക്കി മാറ്റാനും സാധിക്കില്ല. മുഹമ്മദിന്റെ കൊള്ള സംഘത്തിലുള്ളവർ ഓരോ പ്രാവശ്യവും മുഹമ്മദിനൊപ്പം കൊള്ളയ്ക്ക് വരുന്നത് അടിമ സ്ത്രീകളെയും കൊള്ള മുതലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്. എന്നാൽ ആ ജനങ്ങളെല്ലാം മുഹമ്മദിന്റെ ക്ഷണം സ്വീകരിച്ച് മുസ്ലിങ്ങളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ കൊള്ളയടിയും പിടിച്ചെടുക്കലും നടക്കില്ല. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ മുഹമ്മദിന് മനസ്സിലായി, ഈ രീതിയിൽ ഈ കൊള്ള സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കൊള്ള സംഘത്തിൽ നിന്ന് ഓരോരുത്തന്മാരും പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് മുഹമ്മദ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആരംഭകാലത്ത് ചെയ്തു വന്നതുപോലെ അമുസ്ലിങ്ങളുടെ ഗ്രാമങ്ങളും മറ്റും വളഞ്ഞ് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു. എന്നിട്ട് അപ്രതീക്ഷിതമായി അമുസ്ലിങ്ങളെ ആക്രമിച്ച് കൊള്ളയടിക്കാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ കൊള്ള മുതലും കിട്ടും, ലൈംഗിക അടിമകളെയും കിട്ടും. അവരുടെ ദുഷ്കാമത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾ, മുതിർന്നവരാണെങ്കിൽ മുതിർന്നവർ, ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ, അങ്ങനെയുള്ളവരൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ കൊള്ളസംഘത്തിലുള്ളവർ കൊള്ളസംഘം വിട്ടുപോകുമെന്ന് പേടിക്കുകയും വേണ്ട. ഹദീസിൽ നമ്മൾ കണ്ടല്ലോ, ആക്രമിക്കുന്നതിന് മുൻപ് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പരിപാടി ഇസ്ലാമിന്റെ ആരംഭത്തിലായിരുന്നു. ബനു മുസ്തലഖ് ഗോത്രത്തെ അവർ അശ്രദ്ധയിലായിരിക്കെ മുഹമ്മദ് അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും അവരുടെ യോദ്ധാക്കളെ വധിക്കുകയും സ്ത്രീകളെ അടിമകളായി പിടിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ. അന്നത്തെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നിന്ന് മുഹമ്മദിന് കിട്ടിയത് ജുവൈരിയെ ആയിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു സ്ത്രീയെ മാത്രമേ മുഹമ്മദിന് അവിടെ നിന്ന് കിട്ടിയുള്ളൂ എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. കൊള്ളയടിക്കുന്ന മുതൽ അല്ലെങ്കിൽ അടിമകളാക്കി പിടിക്കപ്പെടുന്നവരുടെ 1/5 മുഹമ്മദിനുള്ളത്. അപ്പം ഭാര്യയായി മുഹമ്മദ് എടുത്ത പെണ്ണായിരുന്നു ജുവൈരിയ. ഭാര്യയായിട്ടല്ലാതെ ലൈംഗിക അടിമകളായി എടുത്ത സ്ത്രീകൾ വേറെയുണ്ട്. അവരുടെ എണ്ണമോ പേരുകളോ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. അത് ഇഷ്ടം പോലെയുണ്ട്. ഓരോ കൊള്ളയടിയും കഴിയുമ്പോൾ മുഹമ്മദിന്റെ കീഴിലേക്ക് ഇഷ്ടം പോലെ അടിമ സ്ത്രീകൾ വരുന്നുണ്ട്. മുഹമ്മദിന്റെ കൊള്ള സംഘത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്ലാം മതം സ്വീകരിച്ച ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ല. ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി മാത്രം മതം മാറിയവരായിരുന്നു അവര്. അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മതത്തെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാവില്ല. ദൈവത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ആ മതത്തിലുള്ള രക്ഷാമാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചോ ഒക്കെ പഠിച്ചിട്ട് മതം മാറുന്നവർക്കാണെങ്കിൽ മതത്തെക്കുറിച്ച് അത്യാവശ്യം അറിവ് കാണും. അത്യാവശ്യമല്ല, ഒരു നന്നായിട്ട് അറിവ് കാണും. എന്നാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം മതം മാറിയ ടീമുകൾക്ക് മതത്തെക്കുറിച്ച് എന്തറിവുണ്ടാവാനാ? അവരുടെ ഉള്ളിലെ പഴയ മതം തന്നെയാണ് ശരി, പഴയ ദൈവങ്ങൾ തന്നെയാണ് ശരി. അവരതിനെ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ആരംഭകാലത്ത് ഏതൊക്കെ ഗ്രാമങ്ങളിൽ ഉള്ളവരെയാണ് താൻ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തി മതം മാറ്റി മുസ്ലിങ്ങളാക്കിയതെന്ന് മുഹമ്മദിനും അറിവുണ്ടായിരുന്നില്ല. മനസ്സിലായ? മുഹമ്മദിനും അറിവുണ്ടായിരുന്നില്ല ഏതൊക്കെ ഗ്രാമങ്ങളിലുള്ളവർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് മതം മാറ്റിയ ആൾക്കാരെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് പിൽക്കാലത്ത് തന്നെ കൊള്ള സംഘത്തെ വിടുന്നുണ്ട്. മുഹമ്മദിന് ഓർമ്മയില്ല പണ്ട് തുടക്കത്തിൽ പോയിട്ട് ഞാൻ ഇവരെ ആക്രമിച്ച് മുസ്ലിങ്ങളാക്കിയതാണെന്നുള്ള കാര്യം പോലും ഓർമ്മയില്ല. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം പിന്നെയും കൊള്ള സംഘത്തെ വിടുന്നത്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് ഈ കൂട്ടർക്ക് യാതൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പണ്ടേ ഇസ്ലാം മതം സ്വീകരിച്ചവരാണെന്ന് പറയാനുള്ള അറിവ് പോലും അവർക്കുണ്ടായിരുന്നില്ല. അവർ മാറിയ മതത്തിന്റെ പേര് പോലും അവർക്ക് അറിവുണ്ടായിരുന്നില്ല. ഞാൻ ആ ഹദീസ് വായിക്കാം. ഇബ്നു ഉമർ പറയുന്നു, തിരുമേനി ഖാലിദ് ഇബ്നുൽ വലീദിനെ ബനു ജദീമ ഗോത്രക്കാരുടെ അടുക്കലേക്ക് അയച്ചു. അദ്ദേഹം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുവാൻ അവർക്കറിവുണ്ടായിരുന്നില്ല. ഞങ്ങൾ മതം മാറി എന്ന് പറയാനേ അവർക്കറിവുണ്ടായിരുന്നുള്ളൂ. ഖാലിദ് അവരുമായി യുദ്ധം ചെയ്യാനും അവരിൽ ചിലരെ വധിക്കുവാനും മറ്റു ചിലരെ തടവുകാരാക്കാനും തുടങ്ങി. ഞങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ ബന്ധനസ്ഥരെ ഏൽപ്പിച്ചു തന്നു. ഒരു ദിവസം ഖാലിദ് ഞങ്ങളോടെല്ലാം അവരവരുടെ പക്കലുള്ള ബന്ധനസ്ഥരെ വധിക്കാൻ കൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ബന്ധനസ്ഥരെ വധിക്കുകയില്ല. മാത്രമല്ല എന്റെ കൂട്ടുകാരും തങ്ങളുടെ ബന്ധനസ്ഥരെ വധിക്കുകയില്ല. ഒടുവിൽ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ തിരുമേനി തന്റെ കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഖാലിദ് ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്ന് ഞാനിതാ ഒഴിഞ്ഞ് പറഞ്ഞുകൊള്ളുന്നു.
തിരുമേനി അത് 2 പ്രാവശ്യം ആവർത്തിച്ചു. സഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1630, അല്ലെങ്കിൽ സഹീഹ് ബുഖാരി sunna.com പോയിട്ട് സഹീഹ് ബുഖാരി 4339. അപ്പൊ ഇവിടെ മുഹമ്മദ് ഒഴിയുന്നതൊക്കെ ഒരു നാടകമാണ്. കാരണം മുഹമ്മദ് തന്നെയാണ് ഇവരെ അയച്ചത് അവിടെ പോയിട്ട് കൊള്ളയടിക്കാൻ. പിന്നെ ആ സ്വഹാബിമാരൊക്കെ ഞങ്ങളുടെ കീഴിലുള്ള ബന്ധനസ്ഥരെ ഞങ്ങൾ കൊല്ലുകയില്ല എന്ന് പറയുന്നത് ഈ അടിമകളോട് അല്ലെങ്കിൽ ബന്ധനസ്ഥരോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. അടിമച്ചന്തയെ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ കാശ് കിട്ടുന്ന മുതലാണ്. അതിനെ വെറുതെ കൊന്നുകളയാൻ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ കൊല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും നിങ്ങൾ കാര്യം കണ്ടല്ല, ഒരിക്കൽ മുഹമ്മദും കൂട്ടരും ജദീമ ഗോത്രക്കാരെ മതം മാറ്റി മുസ്ലിങ്ങളാക്കിയതാണ്. അന്ന് ഇവരിലെ യോദ്ധാക്കളായ ആളുകളെയൊക്കെ തന്റെ കൊള്ളസംഘത്തിൽ ചേർത്ത് അവരെയും കൊണ്ട് മുഹമ്മദ് മദീനയിലേക്ക് മടങ്ങിപ്പോയി. ജദീമ ഗോത്രക്കാർക്ക് തങ്ങൾ പുതുതായി സ്വീകരിച്ച മതത്തിന്റെ പേര് ഇസ്ലാം ആണെന്ന് പോലും അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം ജദീമ ഗോത്രക്കാരെ ആക്രമിച്ച് കൊള്ളയടിക്കാൻ വേണ്ടി മുഹമ്മദ് അയച്ച ഖാലിദ് ഇബ്നുൽ വലീദ് അവരെ ഇസ്ലാം സ്വീകരിക്കാൻ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചവരാണെന്ന് പറയാൻ പോലും അവർക്ക് സാധിച്ചില്ല. അവർക്ക് അറിവുണ്ടായിരുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ മതം മാറിയെന്ന് മാത്രം. ഏത് മതത്തിലേക്കാണ് മാറിയതെന്ന് പോലും അവർക്ക് അറിവുണ്ടായിരുന്നില്ല. ആ മുസ്ലിങ്ങളെ മാത്രമല്ല കേട്ടോ, ഇസ്ലാം ഉപേക്ഷിച്ച് പോയവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പരിപാടി ഇസ്ലാം മതത്തിലുണ്ട്. ഹദീസ് ഞാൻ വായിക്കാം. സുനാൻ അബൂദാവൂദ് ബുക്ക് 39 ഹദീസ് നമ്പർ 4342. അബു ബുർദ നിവേദനം. ഇസ്ലാമിൽ നിന്ന് പിന്മാറിപ്പോയ ഒരാളെ അബൂ മൂസയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവന് മാനസാന്തരപ്പെടാൻ 20 ദിവസമോ മറ്റോ നൽകിയിട്ട് അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പിന്നീട് മുവാദ് വന്ന് അവനെ ഇസ്ലാം സ്വീകരിക്കാൻ ക്ഷണിച്ചു. അത് വ്യത്യാസം മനസ്സിലായോ? ഇത് ആദ്യം തന്നെ ക്ഷണിച്ചു, എന്നിട്ട് 10-20 ദിവസം അവൻ അനുവദിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനെ ഇസ്ലാം സ്വീകരിക്കാൻ ക്ഷണിച്ചു. പക്ഷെ അവൻ വിസമ്മതിച്ചു. അങ്ങനെ അവനെ ശിരച്ഛേദം ചെയ്തു, അവന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. സുനാൻ അബൂദാവൂദ് ബുക്ക് 39 ഹദീസ് നമ്പർ 4342, അല്ലെങ്കിൽ sunna.com സുനാൻ അബൂദാവൂദ് 4356 4356 ഹദീസ് നോക്കുക. ഖുറാനിലും ഹദീസുകളിലും ഇസ്ലാമിക ചരിത്രത്തിലും ഇസ്ലാമിലേക്കുള്ള മുസ്ലിങ്ങളുടെ ക്ഷണം ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ അവർ ക്ഷണിക്കുന്നുണ്ട്. അന്നേരമാണ് ഈ സെമീമോൻ നമ്മുടെ നേരെ തക്കിയ പുറത്തെടുക്കുന്നത്. ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. നാണവും മാനവും ഇല്ലാത്ത സെമീമോനോട് പറയാനുള്ളത്, നിന്റെ ചരക്കൊക്കെ കൊള്ളാം, പക്ഷെ അത് ഞങ്ങളുടെ അങ്ങാടിയിൽ വിൽക്കാൻ നിൽക്കണ്ട. മനസ്സിലായ? നിന്റെ ചരക്കൊക്കെ കൊള്ളാം, പക്ഷെ ഞങ്ങളുടെ അങ്ങാടിയിൽ വിൽക്കാൻ നിൽക്കണ്ട. അത് വിൽക്കാൻ പറ്റുന്ന അങ്ങാടി വേറെ കാണും, അവിടെ വിറ്റോ. ഇവിടെ ആ ചരക്ക് വിൽക്കാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ദാവ എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കിയപ്പോ ഒരു കാര്യം കണ്ടല്ലോ. ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി സംഭാഷണമുണ്ട്, ഡയലോഗുകൾ നടത്തും. അതല്ലാതെ മറ്റു പല ടെക്നിക്കുകളും ഉപയോഗിക്കുമെന്ന്. ആ ടെക്നിക്കുകളാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടതൊക്കെ. മനസ്സിലായ? ഭീഷണിപ്പെടുത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തും. ഏത് ലെവലിലുള്ള ഭീഷണി വേണോ ആ ഭീഷണി. പിന്നെ അതല്ലാതെ യുദ്ധമായിട്ട് ചെല്ലുന്നു. ഇങ്ങനെ പല രീതിയിൽ. ഇതൊക്കെ ഈ ദാവയുടെ ഭാഗമാണ്. ഇനി ഇതുവരെ നമ്മൾ കണ്ട ഹദീസുകളൊക്കെ ഒഴിവാക്കി വിട്ടാലും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും മുഹമ്മദിന്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. മാപ്പിള ലഹള രക്തസാക്ഷി കൺവെൻഷൻ 1973 പ്രസിദ്ധീകരിച്ച 1921 സ്മരണിക എന്ന പുസ്തകമുണ്ട്. 1921 മലബാർ ജിഹാദിന്റെ ഇരകളായവരുടെ ഓർമ്മകളാണ് ആ പുസ്തകത്തിലുള്ളത്. അതിൽ നിന്ന് ഞാൻ ചില ഓർമ്മക്കുറിപ്പുകൾ, മൊത്തമില്ല, അതിനുള്ള സമയമില്ല, അതുകൊണ്ട് ചില ഓർമ്മക്കുറിപ്പുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. VK കറുപ്പൻ, കൊടിയത്തൂര്, കോഴിക്കോട്. ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഒരു സംഘം മാപ്പിളമാർ ഞങ്ങളുടെ വീട്ടിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും ഇതിൽ ആരോഗ്യമുള്ളവർ പടനായകന്മാരായി തങ്ങളുടെ കൂടെ പോരണമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വലിയച്ഛനായ എരേച്ചു അതിന് സമ്മതിച്ചില്ല. ഞങ്ങൾ ഏത് വഴിക്കെങ്കിലും പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്നെ പോകണമെന്ന് പറയുകയും അവർ പോരുകയും ചെയ്തു. എടവണ്ണപ്പാറ വെച്ച് ഞങ്ങളുടെ വലിയച്ഛനെ പിടിച്ചുകെട്ടി അവനോട് ഒരു സംഗതി ചോദിക്കുവാനുണ്ട്, നിങ്ങൾ നടന്നോളി, നിങ്ങളുടെ കൂടെ അയച്ചു തരാമെന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ തോക്ക് ചൂണ്ടി നിങ്ങളെ ഒന്നാകെ കൊന്നുകളഞ്ഞാൽ ചോദിക്കാൻ ആരുമില്ല, അത് ഓർമ്മിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തിരിഞ്ഞു നോക്കാതെ പോകണമെന്ന് പറഞ്ഞു. അതേ പ്രകാരം പോവുകയും ചെയ്തു. അങ്ങനെ രാമനാട്ടുകരയിൽ ചെന്നു. അന്നും പിറ്റേ ദിവസവും വലിയച്ഛനെ കണ്ടില്ല. അങ്ങനെ താമസം മാങ്കാവിലേക്കാക്കി. 4-ാം ദിവസം അവിടെ കിട്ടിയ വിവരം 2 ദിവസം വലിയച്ഛനെ തടത്തിൽ ശേഖരൻ മാസ്റ്ററുടെ വീട്ടിൽ അറയിലിട്ട് പൂട്ടിയെന്നും 3-ാം ദിവസം ചെറുവാടി പുഴയിൽ കൊണ്ടുപോയി വെട്ടിക്കൊലപ്പെടുത്തി എന്നുമാണ്. 1921 സ്മരണിക മാപ്പിള ലഹള രക്തസാക്ഷി കൺവെൻഷൻ 1973 പേജ് 58-59.
അപ്പൊ 2 ദിവസം ടോർച്ചർ ചെയ്തു ആ മനുഷ്യനെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അയാൾ സ്വീകരിച്ചില്ല. അതുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ഈ കേരളത്തിന്റെ അകത്ത് പണ്ട് അറേബ്യയിൽ മുഹമ്മദും കൂട്ടരും എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെ. ഇത് 100 കൊല്ലം മുമ്പല്ലേ. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേ കാര്യം ബംഗ്ലാദേശിലും കണ്ടു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഇവർ ഇതേ നിലപാട് തന്നെയാണ് എടുത്തത്. അവരോട് പറഞ്ഞു മതം മാറാൻ പറഞ്ഞു, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. മണിയൻ തുടി, ചങ്ങരു, തിരിയങ്ങര വീട്, PO ഊരകം, മേൽമുറി, മലപ്പുറം 22/10/1973. 1921 ലഹളയിൽ എന്നെ വാരിയം കുന്നൻ കുഞ്ഞു മുഹമ്മദ് ഹാജിയും കൂട്ടരും പിടിച്ചുകൊണ്ടുപോയി. മതം മാറാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. മതം മാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ശിങ്കാരത്ത് ഗോവിന്ദൻ നായർ, കല്ലിങ്ങൽ തൊടിയിൽ ഇട്ടിച്ചിര അമ്മ, മകൾ മാധവി അമ്മയുടെ ഭർത്താവ് പിരിയാരത്ത് ഉപ്പൻകുട്ടി നായർ എന്നിവരെ ഊരകം മലയുടെ പടിഞ്ഞാറ് താഴ്വരയായ ക്ലിനക്കോട്ട് വെച്ച് തലവെട്ടി കിണറ്റിലിട്ടു. ഇവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് വേർതിരിച്ചു കൊണ്ടുപോയത്. ഞങ്ങൾ പിന്നീട് മാപ്പിളമാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് മലപ്പുറത്ത് അഭയം പ്രാപിച്ചു. 1921 സ്മരണിക പേജ് 59 നിന്നാണ് നമ്മളിത് കാണുന്നത്. അടുത്ത ആള് ഈർങ്ങാട്ടിരി വേലാട്ട് രാമൻ നായർ, മലപ്പുറം ജില്ല. മലബാർ ലഹളക്കാലത്ത് എന്റെ അമ്മയുടെ അമ്മയ്ക്ക് 3 പെൺമക്കളും ഒരു മകനും ഉണ്ടായിരുന്നു. ഇവരിൽ ചിലർ പെരകമണ്ണ അംശം മടിശ്ശേരി ദേശത്തും ഞാനും എന്റെ സഹോദരിമാരിൽ ചിലരും അച്ഛൻ ഒന്നിച്ച് എടവണ്ണ അംശത്തിലുമായിരുന്നു. എന്നാൽ എന്റെ അമ്മയുടെ മറ്റ് സഹോദരിമാർ ലക്ഷ്മി അമ്മ, പാർവതി അമ്മ, വല്ലുനായർ എന്നിവർ അമ്മാമൻ ശങ്കരൻ നായരുടെ കൂടെ ഈർങ്ങാട്ടിരി അംശത്തിലുമായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിലുണ്ടായിരുന്ന നല്ല പണം, പണ്ടം, ഊട്ടുറൂട്ടുകൾ, ഫർണിച്ചർ മുതലായവ ലഹളക്കാർ പല സംഘക്കാരുമായി 3 വട്ടം വന്ന് കവർച്ച നടത്തി എല്ലാം കൊണ്ടുപോവുകയും അമ്മാമൻ ശങ്കരൻ നായരെ മൊയ്തീൻകുട്ടി ഹാജി താമസിച്ചിരുന്ന കരിപ്പത്തില്ലത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ലഹളക്കാർ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്റെ അമ്മാവനോട് ദീൻ വിശ്വസിക്കണമെന്നും അല്ലാത്ത പക്ഷം വെട്ടിക്കൊല്ലുമെന്നുമാണ് ലഹളക്കാർ പറഞ്ഞിരുന്നത്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. മുഹമ്മദൊക്കെ എങ്ങനെയാണോ ക്ഷണിച്ചിരുന്നത് അങ്ങനെ തന്നെ ഇവരും ക്ഷണിക്കുകയാണ്. ദീൻ വിശ്വസിച്ചോ അല്ലെങ്കിൽ കൊന്നുകളയും. ജീവന് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാമെന്നും എന്റെ കുടുംബങ്ങൾ പെരുകുമണ്ണ് അംശത്തിലും എടവണ്ണ അംശത്തിലും താമസിച്ചു വരുന്നു, അതിനാൽ അവരെ കൂടി കൊണ്ടുവരേണ്ടതിലേക്ക് പാസ് തരണമെന്നും അമ്മാവൻ പറഞ്ഞു. ഈ പാസ് എന്ന് വെച്ചാൽ മനസ്സിലായോ? അന്നത്തെ കാലത്ത് ഇവര് കുറെ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഇവര് ഈ മാപ്പിള രാജ്യം അവർ സ്ഥാപിക്കുകയാണ്. അവരുടെ ആ ജിഹാദി രാജ്യം അവർ സ്ഥാപിച്ചു. അപ്പൊ അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കൂടി യാത്ര ചെയ്യണമെങ്കിൽ പാസ് വേണം. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെയൊക്കെ പാസുകൾ. ഈ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പാസ് ഇല്ലാതെ ഒരാളെ കൂടി പോയി കഴിഞ്ഞാൽ അയാളെ ഇവന്മാർ കൊന്നുകളയും. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പാസ് ചോദിക്കുന്നത്. 2 അംശത്തിലേക്ക്, എടവണ്ണിലേക്കും പെരുകുമണ്ണിലേക്കും 2 ഇടത്തിലേക്കും പോകാനുള്ള പാസ് ചോദിക്കുന്നു. എന്നാൽ അരിശം കൊണ്ട ലഹളക്കാർ തനിക്ക് പാസല്ല, നടക്ക് പുഴക്കരയിലേക്ക് എന്ന് പറഞ്ഞ് പുഴയിൽ കൊണ്ടുപോയി വെട്ടുകയാണ് ഉണ്ടായത്. ലഹള നടക്കുമ്പോൾ എന്റെ അമ്മ 10 മാസം ഗർഭിണിയായിരുന്നു. അമ്മാവനെ കൊന്ന ശേഷം ലഹളക്കാർ വന്ന് അമ്മയോടും പെങ്ങൾമാരോടും അനുജനോടും മതം മാറാൻ നിർബന്ധിച്ചു. അമ്മാവനെ കൊന്നതായി അറിയിക്കുകയും ചെയ്തു. ജീവരക്ഷയ്ക്ക് വേണ്ടി അതിനെ സമ്മതിക്കുകയും മതം മാറ്റി മുസ്ലിം പേരുകളും വസ്ത്രങ്ങളുമെല്ലാം പറഞ്ഞ പ്രകാരം സ്വീകരിക്കുകയും ചെയ്യേണ്ടി വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എടവണ്ണ പട്ടാളം വരികയും ലഹളക്കാർ അറിയാതെ ഞങ്ങളും മറ്റു പലരും എടവണ്ണ എത്തുകയും ചെയ്തു. അവിടെ കുഞ്ഞിക്കണ്ണൻ ഇൻസ്പെക്ടർ ഞങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും തന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഏതാണ്ട് 2 മാസം കഴിഞ്ഞ് ലഹള അവസാനിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചത്. 1921 സ്മരണിക പേജ് 59-60. അടുത്തത് എൻ വിശാലാക്ഷി അമ്മ, കരിക്കാട്. ഞങ്ങളുടെ വന്ധ്യമാതാവ് നമ്പ്രത്ത് കാളിയമ്മ 1921 ഖിലാഫത്തിൽ വളരെയധികം ദുരിതം അനുഭവിച്ച വ്യക്തിയാണ്. ലഹളയിൽ അമ്മയെ മതം മാറ്റുകയും ദേഹോപദ്രവവും ചെയ്യുകയും ഉണ്ടായി. മതം മാറ്റിയ അവസരത്തിൽ അമ്മയുടെ പേർ പാത്തു എന്നായിരുന്നു. അച്ഛനും ഖിലാഫത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വളരെയധികം പരിക്കുകൾ അച്ഛനും ഏറ്റിട്ടുണ്ട്. 1921 സ്മരണിക പേജ് 64. അടുത്തത് വാക്യത്തൊടി രാവുണ്ണി നായർ, ഊർങ്ങാട്ടിരി, മലപ്പുറം ജില്ല. ലഹളക്കാലത്ത് എന്നെ കൂടാതെ വീട്ടിൽ അച്ഛൻ വേല നായർ, അമ്മ നാരായണി അമ്മ, പെങ്ങൾ ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മയുടെ ഭർത്താവ് വല്ലുനായർ എന്നിവർ മാത്രമാണ് ഉണ്ടായത്. ഈ നാട്ടുകാരും അന്യനാട്ടുകാരുമായ ലഹളക്കാർ ചേർന്ന് ഹിന്ദുക്കളായ കൃഷിക്കാരുടെയും മറ്റും വീട് കൊള്ള ചെയ്ത് നെല്ല്, പണം, പണ്ടങ്ങൾ, മറ്റു സാധനങ്ങൾ എന്നിവ തട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ 3 വട്ടം ഞങ്ങളുടെ വീട് ആക്രമിക്കപ്പെട്ടു. ഈ അവസരത്തിൽ ലഹളത്തലവനായ മൊയ്തീൻകുട്ടി ഹാജി കരുവത്തില്ലത്ത് താമസമാക്കി.
പലരോടും അവിടെ ചെല്ലുവാൻ ആളെ അയച്ചു. ആ കൂട്ടത്തിൽ എന്റെ പെങ്ങളുടെ ഭർത്താവ് വല്ലുനായർ, കോൽക്കാരൻ പനോത്ത് കേശവൻ നായർ, കുമാരൻ നായർ, ചേലാട്ട് ശങ്കരൻ നായർ, കുകുരീരി ഗോപാലൻ നായർ മുതലായവർ ഒരുമിച്ച് ചെല്ലുകയും ചെയ്തു. അവരോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും അതിനവർ വഴങ്ങാത്തതിനാൽ വെട്ടാൻ നിർത്തിയ സംഘത്തിലേക്ക് തള്ളിക്കൊണ്ടുപോയി പുഴയ്ക്കൽ വെച്ച് വെട്ടിക്കൊല്ലുകയുമാണ് ഉണ്ടായത്. ഈ വിവരം ആ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട കുകുരീരി ഗോപാലൻ നായർ മടങ്ങി വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. അതിനുശേഷം മൊയ്തീൻകുട്ടി ഹാജിയുടെ ആൾക്കാർ വന്ന് ബാക്കിയുള്ളവരെ മതം മാറ്റുവാൻ നിർബന്ധിച്ചു. അല്ലാത്ത പക്ഷം മറ്റുള്ളവർക്കുണ്ടായ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഗത്യന്തരമില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചു. ഞങ്ങളുടെ തല മൊട്ടയടിക്കുകയും നിസ്കാര കർമ്മങ്ങൾ പഠിപ്പിക്കാൻ ഒരു മുസ്ലിമിനെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ആ കൂട്ടത്തിൽ സുന്നത്ത് കഴിക്കണമെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം എടവണ്ണ പട്ടാളം വന്ന വിവരമറിഞ്ഞ് ഞങ്ങൾ എല്ലാവിധ സ്വത്തുക്കളും ഉപേക്ഷിച്ച് അർദ്ധരാത്രിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എടവണ്ണ എത്തി. സബ് ഇൻസ്പെക്ടർ കുഞ്ഞിക്കണ്ണൻ ഞങ്ങൾക്ക് ആഹാരവും വസ്ത്രവും നൽകി രക്ഷപ്പെടുത്തുകയും ചെയ്തു. 2 മാസത്തോളം അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടി. ലഹള അവസാനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുന്നതിന് യാതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ലഹളക്കാർ കൊണ്ടുപോവുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. 1921 സ്മരണിക, പേജ് 69-70. അപ്പൊ ഇവിടെയും നമ്മൾ കാണുന്നുണ്ട് മുഹമ്മദിന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് ഇവര് ആളുകളെ, അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്, ഭീഷണിപ്പെടുത്തി ക്ഷണിക്കുന്നത്. അടുത്തത് സി കൃഷ്ണൻ നായർ, മഠത്തിൽ വീട്, തൃക്കുളം, 19/10/1973. 1921 മാപ്പിള ലഹളയിൽ അതിദാരുണമായ വിധത്തിൽ കശാപ്പ് ചെയ്യപ്പെട്ട ഒരു ഹിന്ദുവിന്റെ മകനാണ് ഞാൻ. എന്റെ അച്ഛന്റെ അച്ഛൻ ചെറിയം വീട്ടിൽ പൊട്ടയിൽ കൃഷ്ണൻ നായർ തിരൂരങ്ങാടി തൃക്കുളം അംശത്തിലെ ഒരു കോൽക്കാരനായിരുന്നു. പ്രായാധിക്യത്താൽ ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിലിരിപ്പായിരുന്നു. ആ അവസരത്തിലാണ് 1921 മാപ്പിള ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. ശേഷക്കാരെല്ലാം ഓടി അന്യദിക്കിലേക്ക് പോയി. നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം പോയില്ല. അടുത്തുള്ള ചില മുസ്ലിങ്ങൾ വന്ന് അദ്ദേഹത്തോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറഞ്ഞു. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. വയസ്സുകാലത്ത് ഇനി വയ്യ എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ അവർ ദാരുണമാം വിധം വെട്ടിക്കൊലപ്പെടുത്തി ശവം എന്റെ അമ്മയും മറ്റും ഇപ്പോൾ താമസിച്ചു വരുന്ന വീട്ടുവളപ്പിലുള്ള കിണറ്റിൽ നിക്ഷേപിച്ചു. 1921 സ്മരണിക, പേജ് 77-78. കേവലം 100 കൊല്ലം മുമ്പ് കേരളത്തിലെ അമുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്റെ വിവരണങ്ങളാണ് നിങ്ങൾ ഈ വായിച്ചു കേട്ടത്. കെ മാധവൻ നായരുടെ മലബാർ കലാപത്തിലും KP കേശവമേനോന്റെ ആത്മകഥയിലും സി ഗോപാലൻ നായരുടെ ദ മാപ്പിള റിബല്ലിയൻ എന്ന പുസ്തകത്തിൽ അങ്ങനെ അതുപോലെയൊക്കെയുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ഉദ്ധരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ആകും. അവിടെയൊക്കെ ഇത്തരം വിവരങ്ങളുണ്ട്. കുറേ ആളുകളുടെ വിവരങ്ങൾ ഇതേപോലെ വന്ന് മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ മതം മാറാൻ വേണ്ടി നിർബന്ധിച്ചിട്ട് കൊന്നതും രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അവർ മതം മാറി പിന്നീട് പട്ടാളമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ടു വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയുള്ളത്. അപ്പൊ അതെല്ലാം പറയാൻ നിന്ന് സമയം കുറെ പോകും. അതുകൊണ്ടാണ് ഞാനൊരു പുസ്തകത്തിൽ നിന്ന് മാത്രം ചില ഓർമ്മക്കുറിപ്പുകൾ ഉദ്ധരിച്ചത്. ഇതെല്ലാം നമ്മുടെ മുമ്പാകെ ഉള്ളപ്പോഴാണ് പകുതി മോനും പകുതി മോളുമായ ഈ സെമി മോൻ പറയുന്നത് ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന്. ഈ നട്ടാൽ കുരുക്കാത്ത നുണ പറയാൻ നിനക്കൊരു ഉളുപ്പും തോന്നിയില്ലേ സെമി മോനെ? എന്തൊരു ഗതികെട്ട ജീവിതമാണ് അതിന്റെ. നീ വിശ്വസിക്കുന്ന മതം വെറുമൊരു കാട്ടറബി അവന്റെ സുഖജീവിതത്തിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു കൊള്ളസംഘം മാത്രമാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കാൻ നിനക്ക് നാണമില്ലേ സെമിമോനെ? ഈ സെമിമോന്റെ പൂർവികർ പോലും ഒരുപക്ഷെ ഇതുപോലെ ജിഹാദികൾ കഴുത്തിന് കത്തിവെച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരായിരിക്കും. കഴുത്ത് കണ്ടിക്കപ്പെടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ലിംഗാഗ്രത്തിലെ തൊലി കണ്ടിക്കപ്പെടുന്നതാണ് എന്ന് ചിന്തിച്ച് ജിഹാദികളുടെ ക്ഷണം സ്വീകരിച്ച് മുസ്ലിങ്ങളായി മാറിയവരുടെ പിന്മുറക്കാരൻ ഇന്ന് നമ്മളോട് പറയുകയാണ് ഇസ്ലാം ഒരിക്കലും ആരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന്. കാശില്ലാത്തവൻ കാശിക്ക് പോയാലും ഗതിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സെമിമോന്റെയൊക്കെ കാര്യം. ഇവനൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് സ്ഥിതി. നാണവും മാനവും ഇല്ലാത്ത ജന്മം, പച്ചക്കള്ളം പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത സാധനം. അയ്യേ, ഇതെന്തൊരു ജീവിതമാണ് ജിഹാദി നിന്റെ. സെമിമോനെ, ഇതെന്തൊരു ജീവിതമാണ്, കഷ്ടം തന്നെ. നിനക്ക് ഞാനൊരു ഉപദേശം ഫ്രീ ആയിട്ട് തരാം സെമിമോനെ.
നീ ഇങ്ങനെ മരുഭൂമി കൊള്ളക്കാരനെ ന്യായീകരിച്ച് നിന്റെ ജീവിതം പാഴാക്കി കളയരുത്. ലോകത്തുള്ള മറ്റേത് മനുഷ്യരെ പോലെയും ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം നിനക്കുമുണ്ട്. കാമപ്രാന്തനും ശിശുഭോഗിയുമായ മരുഭൂമി കൊള്ളത്തലവനെയും അവന്റെ സാങ്കല്പിക ദൈവത്തെയും ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് നീ ഉള്ളതെന്ന് എനിക്കറിയാം. ഈ ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ നിന്റെ മുമ്പിലുള്ളൂ. ശപിക്കപ്പെട്ട അല്ലാഹുവിനെയും ശപിക്കപ്പെട്ട മുഹമ്മദിനെയും നീ തള്ളിപ്പറഞ്ഞ് ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തു വാ. എന്നിട്ട് നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിനെ നീ നിന്റെ ജീവിതത്തിന്റെ ഉടയോനായി സ്വീകരിക്കുക. സത്യസ്വരൂപനായ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇങ്ങനെ നാണം കെട്ട് നുണ പറഞ്ഞ് നിന്റെ ദൈവത്തെയും പ്രവാചകനെയും സംരക്ഷിക്കേണ്ട ഗതികേട് ഒരിക്കലും ഉണ്ടാകില്ല. സത്യം കഴിക്കുന്നതും അസത്യം മധുരിക്കുന്നതുമായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളാൻ സെമിമോന് മനപ്രയാസം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇതല്ലാതെ വേറൊരു വഴി സെമിമോനെ നിന്റെ മുമ്പിലില്ല. ഇത് സെമിമോന്റെ കാര്യത്തിൽ മാത്രമല്ല, സകല മനുഷ്യരുടെയും മുമ്പാകെ രക്ഷയ്ക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. ദൈവങ്ങൾ എന്നറിയപ്പെടുന്ന കുറെ എണ്ണം ലോകത്തുണ്ട്. അവയെല്ലാം ആത്മരക്ഷയുടെ കാര്യം വരുമ്പോൾ പറയുന്നത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്, മനുഷ്യരോട് ചെയ്യാൻ പറയാണ്. അതായത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവയ്ക്കൊന്നിനും യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോന്നും ചെയ്യാൻ പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു ഒരിക്കലും നിങ്ങളോട് ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു മനുഷ്യരോട് പറയുന്നത്. ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഞാനത് നിവൃത്തിയാക്കിയിരിക്കുന്നു, ഞാനത് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമാണ്. കാരണം യേശുക്രിസ്തു വെറും മനുഷ്യൻ മാത്രമല്ല, ദൈവവും കൂടിയാണ്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി വന്നവനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പാപമില്ലാത്തവനും പാപം ചെയ്യാത്തവനും പാപം അറിയാത്തവനുമാണ്. അങ്ങനെയുള്ള ഒരുവന് മാത്രമേ മനുഷ്യരുടെ പാപമോചനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യം യേശുക്രിസ്തു ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ആ കാര്യം വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ നാഥനായി അഥവാ കർത്താവായി അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഒരാൾക്ക് പാപമോചനം ലഭിക്കാനുള്ള ഏക വഴി. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നത്. പാപമോചനം നേടാൻ പല വഴികൾ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പറയുകയില്ലായിരുന്നു, പറയേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. കാരണം പല മാർഗങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്നേ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. രക്ഷിക്കപ്പെടുവാൻ അഥവാ പാപമോചനം നേടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ മടുപ്പ് കൂടാതെ പിന്നെയും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കാത്തവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുക, ദൈവത്തിന്റെ മക്കളായി തീരുക, സ്വർഗത്തിന്റെ അവകാശികളായി മാറുക. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാനും മരണശേഷം ദൈവത്തോടൊപ്പമായിരിക്കാനും അതല്ലാതെ മറ്റൊരു വഴിയും നിങ്ങളുടെ മുമ്പാകെയില്ല. ദൈവം അതിന് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി മരിച്ചാൽ ക്രിസ്തുവിനായി